സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും ലക്ഷദ്വീപിലെ പണ്ഡിത സൂഫി വര്യനുമായിരുന്ന സയ്യിദ് ഫതുഹുള്ള മുത്തുക്കോയ തങ്ങളുടെ ഖബറിൻ്റെ ചാരയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മഹാനവറുകൾ ലക്ഷദ്വീപുകാരനാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കുളത്തുള്ള നമ്മുടെ ജലാലിയ ക്യാമ്പസിലാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്വപ്നമായിരുന്നു മരണശേഷം നമ്മുടെ ഈ ജലാലിയ ക്യാമ്പസിൽ അദ്ദേഹത്തിനെ മറവ് ചെയ്യണമെന്നുള്ളത്. സയ്യിദ് ഫതുഹുള്ള തങ്ങളുടെ 1-ാം ആണ്ട് നേർച്ച ഈ മാസം 14 മുതൽ 18 വരെ ജലാലിയ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. സയ്യിദ് ഫതുഹുള്ള മുത്തുക്കോയ തങ്ങൾ പണ്ഡിത പാരമ്പര്യത്തിലെ ഉന്നത ശ്രേഷ്ഠൻ, സമസ്ത കേരള കേന്ദ്ര മുഷാവറ അംഗം, ലക്ഷദ്വീപ് സമൂഹത്തിന്റെ അവസാന വാക്ക്. തങ്ങൾ വിട പറഞ്ഞിട്ട് ഒരാണ്ട് പൂർത്തിയാകുന്നു. പ്രവാചക സന്താന പരമ്പരയിലെ 36-ാമത്തെ പൗത്രനും ഹൗസുൽ ആലം സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ 22-ാമത്തെ സന്താന പരമ്പരയിൽപ്പെട്ടതും ലക്ഷദ്വീപുകാരുടെ കാവൽക്കാരനായിരുന്ന കവരത്തി സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി തങ്ങളുടെ 7-ാമത്തെ പൗത്രനുമായി 1942 ഓഗസ്റ്റ് 17 അമിനി ദ്വീപിലായിരുന്നു തങ്ങളുടെ ജനനം. അമിനിയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കാസർഗോഡ് ജില്ലയിലെ പൈവളിക ദർസിൽ നിന്നുമാണ് പഠന മേഖലയിലേക്ക് കടക്കുന്നത്. പിന്നീട് നിരവധി ഉസ്താദുമാർക്ക് കീഴിൽ കേരളത്തിലും പുറത്തുമുള്ള നിരവധി ദർസുകളിൽ അദ്ദേഹം പഠനം നടത്തി. 1963 ഷെയ്ഖുന ഷംസുൽ ഉലമയുടെയും കൊട്ടുമൽ ഉസ്താദിന്റെയും കീഴിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഉന്നത കിതാബുകളിൽ ഉപരിപഠനം നടത്തി. ജാമിയ നൂരിയയിലെ വിദ്യാർത്ഥി സംഘടനയായ നൂറുൽ ഉലമയുടെ ശില്പികളിൽ പ്രധാനിയായിരുന്നു തങ്ങൾ. ഷംസുൽ ഉലമയുടെ ക്ഷണപ്രകാരം പെരിന്തൽമണ്ണ കക്കൂത്തു പള്ളിയിൽ മുദരിസായി തങ്ങൾ സേവനമനുഷ്ഠിച്ചിരുന്നു. 1970 അമിനി ദ്വീപിന്റെ ഖാളിയായി നിയമിക്കപ്പെട്ടതോടെ തങ്ങളുടെ പ്രവർത്തന മണ്ഡലം പൂർണ്ണമായും അമിനി ദ്വീപുമായി ബന്ധപ്പെട്ടതായി മാറി. ദ്വീപിൽ അറബിക് കോളേജ് സ്ഥാപിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വാതായനം തുറക്കുന്നതിലും മദ്രസ സംവിധാനങ്ങൾ സമസ്തയോടൊപ്പം ചേർന്ന് തുടക്കമിടുന്നതിലും തങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായും തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സമസ്തയ്ക്ക് ശക്തി പകരാൻ ഞാൻ വരുന്നുണ്ടെന്ന് മരണത്തിന്റെ ഒരാഴ്ച മുൻപ് തന്റെ പ്രിയപ്പെട്ടവരോട് തങ്ങൾ പറഞ്ഞിരുന്നു. ആ യാത്രയാണ് തങ്ങളുടെ മുണ്ടക്കുളം ക്യാമ്പസിൽ കബറടക്കുന്ന ചരിത്രത്തിലേക്ക് എത്തി നിന്നത്. തങ്ങളുടെ 1-ാമത്തെ റൂസാണ്. ഏപ്രിൽ 14 തീയതിയാണ് ആരംഭം. 14-ാം തീയതി 4 മണിക്ക് ദ്വീപുകാർ ഒരു വലിയ സംഘം സിയാറത്തിനും റൂസിൽ പങ്കെടുക്കാനും വരുന്നുണ്ട്. അപ്പോൾ അവർ 14-ാം തീയതി 4 മണിക്ക് മുണ്ടക്കുളത്ത് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ അതിർത്തിയിൽ വെച്ച് മുണ്ടക്കുളത്ത് അങ്ങാടിയിൽ വെച്ച് സ്വീകരിച്ച് തങ്ങളുടെ മുരീദന്മാരായ ഒരുപാട് ആളുകൾ അതിലുണ്ട്. അവരെ ദഫും അറവാനും കുത്തും മറ്റ് ആയുധം ആ രൂപത്തിലാണ് അവർ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ആനയിച്ചു, അവരെ സ്വീകരിച്ചു, മഖാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു വരവ്. ഇതോടുകൂടിയാണ് ഉറൂസ് തുടങ്ങുന്നത്. പിന്നെ മഗ്‌രിബിൻ്റെ ശേഷം 14-ാം തീയതി അനുസ്മരണ സമ്മേളനമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചില പ്രഭാഷണം. 16-ാം തീയതി രാവിലെ 10 മണിക്ക് 8:30 മണിക്ക് അവരെ റാത്തീബുണ്ട്. അതുപോലെ ദ്വീപുകാരെ റാത്തീബിൻ്റെ ഇടയിലുണ്ടാവും. 1000 ഖത്ബുകൾ പല ഇവിടുത്തെ നാട്ടുകാരും മൂപ്പര നാട്ടുകാരും ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഖത്മ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1000 ഖത്മ് തീർക്കുമെന്നൊക്കെ അങ്ങനെ തീരുമാനങ്ങൾ. അപ്പോൾ ആ 1000 ഖത്മ് ഊതി മൗലിദൊക്കെ ഊതി നമ്മളെ
ബഹ്റൈനിലെ ഫഖറുദ്ദീൻ തങ്ങളുടെ നേതൃത്വം സമസ്ത മുഷാവറ മെമ്പർമാർ, കേന്ദ്ര മുഷാവറ അവരൊക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഖത്മുൽ ഖുർആനും പരിപാടിയും 10,000 ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു പരിപാടിയോട് ഇവിടെ 16-ന് ആണ് പരിപാടിയുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു റാത്തീബ്. 18-ാം തീയതി സമാപനമായിട്ട് വലിയുദ്ദീൻ ഫൈസിൻ്റെ 10 മണിക്ക് ഒരു അദ്ദേഹത്തിൻ്റെ നൂറെ അജ്മീർ എന്ന് പറഞ്ഞ ഒരു ദിക്റിൻ്റെ മജ്ലിസ്. ഇതാണ് പരിപാടിയുള്ളത്. എല്ലാ ആളുകളും ഒന്നാമത്തെ റൂസാണ്, അത് വലിയൊരു ഹൈറാണ്. അത് സ്ഥാപിക്കുന്നതിലേക്ക് എല്ലാ ആളുകളും സഹകരിക്കുകയും എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. എല്ലാവരും ആവശ്യപ്പെടുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറ അംഗമായി തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ അമീനി ദ്വീപ് സന്ദർശിച്ചപ്പോഴും തങ്ങളെ നേരത്തെ പരിചയമുണ്ട്. പക്ഷേ മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കൂടുതൽ വ്യക്തിബന്ധവും അതോടൊപ്പം തങ്ങളുമായി ഇടപഴകാനുള്ള ഒരുപാട് അവസരമുണ്ടായി. തങ്ങളെന്ന് പറയുമ്പോൾ ഈ ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ അവസാനത്തെ വാക്കായിരുന്നു തങ്ങൾ. ഇത്ര സ്വീകാര്യതയുള്ള വലിയൊരു പണ്ഡിതനും സയ്യിദുമായിരുന്നു, വലിയ ആബിദുമായിരുന്നു. വലിയ ഒരു മുഷാവറയിലൊക്കെ വന്നാൽ എല്ലാ യോഗത്തിനും വരാൻ കഴിയല്ല, ലക്ഷദ്വീപിൽ നിന്ന് ഇവിടെ എത്തുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷേ യോഗത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ അംഗങ്ങൾക്കും വലിയ ഒരു തങ്ങളെന്തോ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് വലിയ സ്വീകാര്യതയും അംഗീകാരവും ആയിരുന്നു യോഗത്തിലുണ്ടായിരുന്നത്. അങ്ങനെ തങ്ങളെ ഒരു യോഗം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറക്കും അതോടൊപ്പം തന്നെ സംഘടനക്കും ഉണ്ടാക്കിയിട്ടുള്ളത് വല്ലാത്തൊരു പ്രയാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഈ കേരളത്തിൽ വന്ന്, അതും ഈ മുണ്ടക്കുളം നടക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് മുണ്ടക്കുളം ജലാലിയയിൽ അതിൻ്റെ തിരുമുറ്റത്ത് തൻ്റെ നിദ്ര ഉണ്ടാവണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം, ആ വസിയത്ത് പ്രകാരമാണ് അദ്ദേഹം ജലാലിയയുടെ തിരുമുറ്റത്ത് അദ്ദേഹത്തിന് കബറടക്കം ഉണ്ടാകും. ഇപ്പോൾ സമസ്തയുടെ മുഷാവറകളിലൊക്കെ സാന്നിധ്യമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ മോയിൻകുട്ടി മാഷ് നേരിട്ട് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ തങ്ങളുമായി ബന്ധപ്പെട്ട്? ഒന്ന്, തങ്ങൾ വളരെ സ്നേഹം, അതോടൊപ്പം തന്നെ വിനയം, നമ്മളൊക്കെ ഒരു പിതാവിന് തുല്യമായി കണ്ടിരുന്ന വ്യക്തി. അങ്ങേയറ്റ സ്നേഹമായിരുന്നു, വളരെ ലാളിത്യവും അതോടൊപ്പം തന്നെ വല്ലാത്ത ഒരു വിനയത്തിൻ്റെയൊക്കെ ഉടമയാണ് തങ്ങളെ ഒരു സാമീപ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വല്ലാതെ കൊതിക്കുകയാണ്. തങ്ങളെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവണം എന്നൊരാഗ്രഹം. വലിയ ഉപദേശമായിരുന്നു, ഗുണകാംക്ഷിയായിരുന്നു, നമ്മുടെ ഒരു പിതാവിന് തുല്യം നമ്മൾക്ക് സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. യോഗത്തിലൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാകുമ്പോഴും പുറത്തു നിന്നൊക്കെ കൈപിടിച്ച് ഈ ഹോളിലേക്ക് അദ്ദേഹത്തിനെ സഹായിക്കുമ്പോൾ അത് വേണ്ട, ഞാൻ തന്നെ ഇതിൽ കയറാമെന്ന് പറഞ്ഞാൽ ആ വിനയം അത് വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. അദ്ദേഹത്തോടുള്ള ആ ഹുബ്ബും ആ ബഹുമാനമൊക്കെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇൻഷാ അല്ലാഹ്. പിന്നെ ശംസുൽ ഉലമയുടെ പേരിലാണ്, ശംസുൽ ഉലമൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിക്കുന്ന ഒരു ആളുമാണ് തങ്ങൾ. അപ്പോൾ ശംസുൽ ഉലമയുടെ പേരിലുള്ള ഒരു സ്ഥാപനം എന്ന നിലക്കും തങ്ങൾ പലപ്പോഴും ഇവിടെ സന്ദർശിക്കുകയും ഇതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ഇതിൻ്റെ ബോഡിയിൽ അംഗമാവുകയും ഇത് സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതായിരുന്നു തങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട ഫതുള്ള തങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള ഈ നാട്ടുകാരനായിട്ടുള്ള പ്രിയപ്പെട്ട സമീർക്ക് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. തങ്ങളുടെ ഇജാസിയത്ത് അടക്കം കിട്ടിയിട്ടുള്ള മനുഷ്യനാണ്. എന്താണ് തങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ? തങ്ങളെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ള അനുഭവമല്ലല്ലോ, ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തങ്ങൾ ഇത്രത്തോളം വലിയൊരു മനുഷ്യനാണ് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയരുത്. എന്താ വെച്ചാൽ ഇവിടെയുള്ള ആളുകളൊക്കെ തങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ പേടിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു ഗൗരവം എനിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് തങ്ങളുമായിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ഒരു വലിയൊരു പദവിയിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് തങ്ങൾക്കുമില്ല. സാധാരണക്കാരെ പോലെയല്ലേ തങ്ങൾ സാധാരണക്കാരനെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെടുന്ന മാതിരിയാണ് എന്നോട്. ഞാൻ കോള് അടിച്ചിട്ട് എടുക്കാഞ്ഞാൽ തങ്ങൾ തിരിച്ചിങ്ങോട്ട് വിളിക്കും, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു തങ്ങളുമായിട്ടുള്ളത്. തങ്ങൾ മരണത്തിൻ്റെ ശേഷം നമുക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു, വലിയ നഷ്ടമാണല്ലേ. തീർച്ചയായിട്ടും നമ്മൾ എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും നമ്മളിവിടെ വന്നിട്ട് മക്കാമിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ മുണ്ടക്കുളത്ത് ജലാലിയെ പിന്നെ ആയിരിക്കണം എൻ്റെ അന്ത്യവിശ്രമം എന്നുള്ളൊരു സൂചന കൊടുത്തിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഉസ്താദന്മാർ ഈ ലെക്ചർ ഹോസ്പിറ്റലിൽ തങ്ങളെ കാണാൻ വേണ്ടി പോയിരുന്നു.
ആ പോയ സന്ദർഭത്തിൽ ഇവിടെ പിന്നെ സ്ഥാപനത്തിൽ മുദരിസ വനിജി തങ്ങളുണ്ട്, നമ്മളെ മുദരിസാണ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ യത്തീംഖാനയിലെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുണ്ട് സയ്യിദ് മാഷ്, വേറൊരു ഉസ്താദ്. ഒരു മൂന്നാളും ചെന്ന് കണ്ടപ്പോൾ തങ്ങൾ ഇവരോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് മുണ്ടക്കുളത്തേക്ക് വരുന്നുണ്ട്. രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് ഞാൻ മുണ്ടക്കുളത്തേക്ക് വരുന്നുണ്ട് എന്നൊരു ഇത്രത്തോളം പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽമക്ക് ഒരു ക്ഷീണമുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റൊക്കെ തന്നെ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കരങ്ങൾക്ക് ശക്തിയാകാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് മുണ്ടക്കുളത്തേക്ക്. അത് മരിക്കുന്നതിന് ഒരു 10-20 വയസ്സ് മുമ്പാണ് പറഞ്ഞത്. ഞാനിവിടെ ജലാലിയയിൽ വന്നതിന് ശേഷമാണ് തങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുന്നത്. ഇവിടെ ജലാലിയ റാത്തീബിൻ്റെ ഒരു കുത്ത് റാത്തീബ് ഉണ്ടാവും, ഈ ഇവിടെ സുലൂക്ക് റാത്തീബ് പറഞ്ഞിട്ട് ഇവിടെ. അത് ഈ പ്രാദേശികമായിട്ട് കൈമാറി വന്നതാണോ ഈ സുലൂക്ക് റാത്തീബ്? അതിവിടെ നാട്ടിലൊരു കുറേ വർഷങ്ങളായി, 100 വർഷങ്ങൾക്കൊന്നും പറയണവരെ. അപ്പോൾ അതിൻ്റെ ഷെയ്ഖായിട്ടാണ് ഇവർ തങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് കാലം മുമ്പ്. അപ്പോൾ ഞാൻ വന്ന ആ സമയത്ത് നമ്മുടെ കോളേജിലേക്ക് ചേർന്ന ആ കൊല്ലം തങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു. ആ വന്ന ആ തുടക്കത്തിൽ തങ്ങൾക്ക് വലിയൊരു സ്വീകരണമൊക്കെ കൊടുത്ത്, കാരണം അതിൻ്റെ ഷെയ്ഖാണല്ലോ. അപ്പോൾ അതിലാണ് ഞാൻ ഫസ്റ്റ് പങ്കെടുക്കണത്. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഈ റാത്തീബിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ആദാബുകളൊക്കെ, പിന്നെ ദഫ് മുട്ടുന്നതിനെ പറ്റിയിട്ടും ഈ കുത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് സംസാരിച്ചു. അപ്പോൾ അതിൽ ഇപ്പോൾ കൂടുതൽ അതിൻ്റെ ആദാബുകൾക്ക് ഒരു കേട് പറ്റാത്ത രൂപത്തിൽ കൊണ്ടുപോകുകയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നൊക്കെ. അതോടുകൂടെ തന്നെ ഇതിൽ റിയാ വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഇത് ചെയ്യണ സമയത്ത്. അപ്പോൾ നമുക്കതൊന്ന് കിട്ടണം എന്നുള്ളൊരു പൂതി ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കൂടുതൽ അറിയില്ലല്ലോ, എന്നോടൊന്ന് പരിചയപ്പെട്ടിട്ട് എന്നിട്ട് പരിചയപ്പെട്ടാർ. അങ്ങനെ പിന്നെ ഞങ്ങൾ സംസാരിച്ച്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളോടൊക്കെ വലിയ ബഹുമാനം. നമ്മൾ വരുമ്പോൾ തന്നെ തങ്ങൾ ശരിക്കും എണീച്ച് നിൽക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇവിടെ പക്ഷേ അവരെ മോൻ്റെ ഒരു ഉസ്താദാണ് എന്ന നിലയ്ക്ക് അന്ന് ക്ലാസ് പോലെ പിന്നെ ബാസിത്ത് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേരമ്മക ഉണ്ടായിരുന്നു. അപ്പോൾ മുപ്പരുടെ ഉസ്താദാണ് എന്ന് ക്ലാസ് ഉസ്താദിൽ നിന്ന്. അപ്പോൾ അത് കാരണത്തിനാൽ തങ്ങൾ എണീറ്റ് പോകും. നമ്മൾ എത്ര ചെന്നാലും സ്നേഹബന്ധം, ആ ബന്ധം. പിന്നെ ആ ഉസ്താദ് ഓലെ ഉസ്താദായതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുക എന്നുള്ള. അങ്ങനെ പിന്നെ സമസ്തക്ക് മൂപ്പര് പഠിക്കണ കാലത്തൊക്കെ ഇതിനു വേണ്ടി ചെയ്ത കുറേ ത്യാഗങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ശേഷം അവർ പറഞ്ഞു, ഇപ്പോൾ നമ്മളെ സമസ്തൻ്റെ ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ പ്രയാസം ഉണ്ടാവുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് മുത്തു തങ്ങളെ കിട്ടിയത് വലിയ ഒരു ഭാഗ്യമാണ്. അവർ സമസ്തയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് ജിഫ്രി തങ്ങളെ കിട്ടിയത് അതൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഞാനിനി അതിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെന്ത് ചെയ്തു മൂപ്പര് പറഞ്ഞു. നമുക്കപ്പോൾ ഈ വിഷയങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ, കാരണം ലക്ഷദ്വീപിലുള്ള തങ്ങളാണല്ലോ, നമുക്ക് കിട്ടുവാണ് നമ്മളതിൻ്റെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരട്ടം പറഞ്ഞു. പിന്നെയും അതിങ്ങനെ ഒരട്ടം പാടെ ആവർത്തിച്ചു. ചില വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലത് 2 വട്ടം എന്ത് ചെയ്യും, ഒന്ന് പറയും. നമ്മളന്ന് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വഫാത്താവുകയും ചെയ്തു. സമസ്തയിൽ നിന്ന് ഞാൻ അറിഞ്ഞിടത്തോളം ഈ മുഷാവിറ അംഗം ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളവറുകൾ പറഞ്ഞത്, ഞാൻ ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കുന്ന ആളാണ്, ഞങ്ങൾ എപ്പോഴും മുഷാവറ മീറ്റിങ്ങിലോ ഞങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് എന്നെ ഒഴിവാക്കിക്കുമെന്ന് പറഞ്ഞപ്പോൾ സമസ്ത അത് അംഗീകരിച്ചില്ല, മുഷാവറ അംഗമാക്കുകയും ചെയ്തു. അദ്ദേഹം കേരളത്തിൽ, എനിക്ക് കേരളത്തിൽ ഞങ്ങളവിടെ വന്ന് ഞങ്ങൾ പല പരിപാടിക്കും ഇവിടുന്ന് പണ്ഡിതന്മാരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ തങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, ഞങ്ങൾ കൊട്ടാരം പോലെ വീടെടുത്ത് ഞങ്ങളവിടെ താമസിപ്പിച്ചോളാം, നിങ്ങൾ ഞങ്ങൾക്ക് തന്നേക്കെന്ന് പറഞ്ഞു.
പല പണ്ഡിതന്മാരും എന്നോട് പറഞ്ഞു, ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് സമസ്ത ദ്വീപിൽ, ലക്ഷദ്വീപിൽ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു അത്രക്കും ശക്തി പ്രാപിക്കാൻ കാരണം തന്നെ തങ്ങളവറുകളാണ്. തങ്ങളവറുകളെ പറ്റി പറയാനുണ്ടെങ്കിൽ 55 വർഷത്തിലേറെ ഒരു ദ്വീപിൻ്റെ ഖാദിയായി നിന്ന്, അത് ഖാദി എന്ന് പറഞ്ഞാൽ വെറും ഖാദിയല്ല, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പൊതുപരീക്ഷ നടത്തി, സമസ്ത വഴി പൊതുപരീക്ഷ നടത്തി 100-ൽ 100 മാർക്ക് മേടിച്ചിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ ബൈ ഓർഡറിൽ അംഗീകരിച്ചുകൊണ്ട് നിയോഗിച്ച, അതും 19 വർഷം മുമ്പുള്ള 55 വർഷം മുമ്പ് തന്നെ അഡ്മിനിസ്ട്രേഷൻ നിയോഗിച്ച ഒരേ ഒരു ഖാദി അദ്ദേഹമായിരുന്നു. അദ്ദേഹവുമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, വിശേഷ കേരളത്തിലേക്ക് വരെ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ആ യാത്രയിലെ അനുഭവങ്ങളൊക്കെ? അതിൽ ഇന്നും ഓർമ്മിച്ച് നിൽക്കുന്ന ഒരു യാത്ര, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ ദ്വീപിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാനും തങ്ങളവറുകളും ഒരു യാത്ര കോഴിക്കോട്ടിൽ വന്നിരുന്നു. അത് കാരണം 1987, 86, 87 കാലഘട്ടങ്ങളിൽ അവിടെ ചില തരീഖത്തുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അവർ സമസ്തയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സമസ്തയിൽ നിന്ന് കൊടുത്ത മറുപടി അമേനി ഖാദിയെ സമീപിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ അമേനി ഖാദി എന്ന നിലക്ക് ഇവർ സമസ്ത ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം നല്ല ഒരു രീതിയിലൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തപ്പോൾ അതിലൊരു വിഭാഗത്തിന് അത് തൃപ്തി വരാതെ അവർ വീണ്ടും സമസ്തയെ സമീപിച്ചപ്പോൾ അങ്ങനെ ഞാനും തങ്ങളവറുകളും കോഴിക്കോട് വരികയും ഷേഖുനയെ കണ്ട് ഒരു പ്രോഗ്രാം സമർപ്പിച്ചു. അവിടുന്ന് ഞാൻ നേരെ ദ്വീപിൽ പോവുകയും ഷേഖുനയും തങ്ങളവറുകളും അവിടെ ദ്വീപിൽ വരികയും ആ പ്രശ്നം വളരെ രമ്യമായ രീതിയിൽ പരിഹരിച്ച ആ ഒരു യാത്ര ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ അനുഭവപ്പെട്ട ഏറ്റവും വലിയ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ശരീഅത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, അപ്പോൾ 10ാം ക്ലാസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ദർസിൽ പോകണം. അപ്പോൾ ദർസിൽ പോയി പഠിച്ചിട്ട് ആലിമാവണം. അതിനു മുമ്പേ തന്നെ അവിടെയുള്ള അറബി കോളേജിൽ എന്നെ പറഞ്ഞയക്കുകയും, അപ്പോഴൊക്കെ പറഞ്ഞ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദീനി ഉലൂമുകളും മറ്റും പഠിച്ചുകൊണ്ട് ആത്മീയമായി പ്രചോദനം നൽകിക്കൊണ്ടുള്ള ഉപദേശങ്ങളാണ് ഞാൻ അറിഞ്ഞു തൊട്ട്, അതായത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും പള്ളിയിൽ പോയി ജമാഅത്തിൻ്റെ കാര്യത്തിലും പോയി നിസ്കരിക്കണം അങ്ങനെയെന്നുള്ള ഒരു കർക്കശ നിലപാട് എപ്പോഴും സ്വീകരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ളൊരു ഉപദേശം കേട്ടപ്പോഴാണ് ഞാൻ പിന്നെ ദർസിലേക്ക് പോയതും. വീട്ടിലാണെങ്കിൽ മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ അനുഭവത്തിൽ പല ആളുകളും കടന്നു വരുമ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം പറ്റില്ല, ഇപ്പം ഓതാനും ദിക്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് ഇശാ കഴിഞ്ഞിട്ട് വരിയെന്നും പറഞ്ഞ് പല ആളുകളെയും മടക്കി വിട്ടപ്പോൾ മൂപ്പര് ആ സമയത്തുള്ള വിവാദത്തുകളും കാര്യങ്ങളും അപ്പോൾ അങ്ങനെയുള്ള ആത്മീയത ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നീളം പലപ്പോഴും കണ്ടിട്ടുണ്ട്.
വീട്ടിലാണെങ്കിൽ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും വീട്ടിലുള്ള ഞങ്ങളെ മക്കളോടൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യം എപ്പോഴും ഉണർത്തും. കർക്കശ നിലപാട്, അങ്ങനെയുള്ളൊരു നിലപാടുകളൊക്കെ ആയിരുന്നു ജീവിതം. ഇപ്പോൾ ഇവിടെ മുഷാവറയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് ഒരുപക്ഷെ മക്കളെന്ന നിലയിൽ ആ ഒരു നല്ല സന്തോഷ നിമിഷം നിങ്ങളോടൊക്കെ പങ്കുവച്ചിട്ടുണ്ടാവും. ആ ഒരു അനുഭവത്തെക്കുറിച്ച് എങ്ങനെയാണ്? അത് നമ്മൾ സമസ്തയുടെ 85-ാം വാർഷിക സമയത്ത് ഞാൻ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് വിദ്യാർത്ഥിയാണെന്ന്. അന്നാണ് അപ്പോൾ 85-ാം വാർഷികത്തിൽ വേങ്ങരയല്ലേ നടന്നത്? കൂരിയാടിൽ വെച്ച് അന്നത്തെ സമ്മേളനത്തിന് ഒരു വിദ്യാഭ്യാസ സെക്ഷൻ്റെ ഉദ്ഘാടനം വാപ്പയായിരുന്നു 85-ാം വാർഷികത്തിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് വാപ്പ വരികയും അന്ന് വന്നപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മുണ്ടക്കുളത്തുള്ള മറ്റോ ഡ്രൈവർമാരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ നമ്മളെ കോട്ടുമല വാപ്പ ഉസ്താദ് നവറുല്ലാഹു മർക്കദഹു മഹാനവറുകൾ ജീവിച്ചിരിപ്പുള്ള കാലത്താണ്. അന്ന് ബാപ്പ ഉസ്താദും MT ഉസ്താദ്, നമ്മളെ ഇപ്പോഴത്തെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്, ഷേഖുൽ ജാമിയ, മഹാനവറുകളെ പോലെയുള്ള കുമരമ്പത്തൂർ ഉസ്താദ് അന്ന് എത്തിയിട്ടില്ലായിരുന്നു. മൂപ്പരും പിന്നീട് വൈകി വന്നു. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് കോട്ടുമല ഉസ്താദ് ഉണർത്തി. ഞങ്ങളെക്കാളും മുമ്പേ സമസ്തയുടെ മുഷാവറയിലേക്ക് വരേണ്ട ആളായിരുന്നു. പക്ഷേ തങ്ങളുടെ ഖാദി സ്ഥാനവും മറ്റും അവിടെ ആയതുകൊണ്ട് പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ദ്വീപിലായതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് വരാൻ കഴിയാത്തതെന്നുള്ളതാണ് ഞങ്ങളങ്ങനെയാണ് കരുതുന്നത്, നിഗമനം. അപ്പോൾ ഏതായാലും ഇപ്പം ഏകദേശം സീനിയർ കൂട്ടത്തിൽ തങ്ങളെ ജാമ്യയിൽ പഠിച്ച രണ്ടാമത്തെ ബാച്ചിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, 1-ാം ബാച്ചിലാണെന്ന് തോന്നുന്നു. അപ്പോൾ തങ്ങളേതായാലും മുഷാവറയിലേക്ക് വരണമെന്ന് വാപ്പ ഉസ്താദ് പറയുകയുണ്ടായി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പ അവരോട് തിരിച്ച് ചോദിച്ചു, ഞാൻ വെറും ഒരു മുഷാവറ ആയിട്ട് കാര്യമില്ലല്ലോ, ദ്വീപിൽ നിന്നൊരു മുഷാവറ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയണം. ഇവിടെ വന്നെത്തുമ്പോഴത്തേക്ക് എനിക്ക് കപ്പലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു മുഷാവറ മെമ്പറായിട്ട് പേരിനൊരു മുഷാവറ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അതേതായാലും തങ്ങളെ എത്രയോ ആളുകൾ മുഷാവറ മെമ്പർമാരുണ്ട്, എല്ലാവർക്കും എല്ലാ യോഗത്തിനും എത്തിപ്പെടാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വിധത്തിൽ തങ്ങൾ കഴിയും പ്രകാരം എത്തിച്ചേരുക, ഞങ്ങളേതായാലും അങ്ങനെ ഒരു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിരിച്ച് മൗനം സമ്മതം എന്നുള്ള നിലക്കായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനിടെയാണ് മുഷാവറക്ക് ഉള്ള തീരുമാനം വരുന്നത്. പിന്നെ അവിടുന്ന് 1-2 യോഗങ്ങളിലൊക്കെ 2-3 യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിയും വിധം ഇവിടെ യോഗത്തിന് ഞാനും ഉണ്ടായിരുന്നു. ജാമ്യ പഠിക്കുന്ന കാലത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ